Hello friends, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഴയൊക്കെ എന്താ പറയുക, അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും. അപ്പോൾ എല്ലാത്തിൽ നിന്നും പെട്ടെന്ന് എല്ലാവർക്കും മോചനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാട്ടെ. അപ്പോൾ ഈ മഴ തുടങ്ങിയതിന് ശേഷം ഞാൻ കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. മടി തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നല്ല ഒന്നാന്തരം മടിച്ചാണെന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലോങ് വീഡിയോ ഒന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ട് കുറേ പേരൊക്കെ സ്ഥിരം നമ്മുടെ അടുത്ത് നിന്ന് നമ്മുടെ വീഡിയോ കാണുന്നവരും പ്ലാന്റ് പർച്ചേസ് ചെയ്യാറുള്ളവരൊക്കെ ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയൊരു ഡൗട്ട്, ഈ ഒരു പ്രശ്നത്തിന് എന്ത് പരിഹാരമാണ് നമുക്ക് ചെയ്യാൻ ചോദിച്ചിട്ട്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഈ ഒരു വിഷയം നമ്മൾ പറയേണ്ട സമയം അതിക്രമിച്ചു, അല്ലെങ്കിൽ ഇതാണ് കറക്റ്റ് ടൈം എന്നുള്ളത്. കാരണം മഴ കാരണം ഒരുപാട് പ്ലാന്റ്സുകളിൽ ഈ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്ലാന്റിൻ്റെ ലീഫ് അല്ലെങ്കിൽ ക്രൗൺ, ആ ഒരു ടോപ്പ് ഭാഗത്ത് ചീച്ചിൽ വരിക, അല്ലെങ്കിൽ നല്ല ഡയറക്റ്റ് മഴ കൊള്ളുന്നതോ അല്ലാത്ത എപ്പോഴും കൂടുതൽ ഈർപ്പമുള്ള പ്ലാന്റുകളിൽ ചീച്ചലാണ് ഈ ഒരു മഴക്കാലത്ത് മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യം. അപ്പോൾ മഴ കൊള്ളുന്നത് കൊണ്ട് നമ്മുടെ പ്ലാന്റിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, അതേസമയം തന്നെ ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരാനും ഈ ഒരു സമയത്ത് സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇത്തിരി ആരോഗ്യക്കുറവൊക്കെ ഉള്ള പ്ലാന്റ്സ് എടുത്ത് മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ പുതിയ ഷൂട്ടൊക്കെ തന്ന് നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. അതേസമയം നമ്മുടെ ചില പ്ലാന്റുകളിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്, അത് ലീഫ് ഇങ്ങനെ ചീഞ്ഞു പോവുക. പ്ലാന്റിൻ്റെ ഇപ്പോൾ നമ്മുടെ ഡെൻഡ്രോബിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂമ്പ്, ആ ഒരു ഭാഗം ചെയ്യുക, അതൊക്കെ ഈ ഒരു മഴക്കാലത്ത് വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലീഫിലൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത്, ചീഞ്ഞിനെ പോലെ ഇരിക്കുന്ന സമയത്ത് ടച്ച് ചെയ്യുമ്പോൾ അത്രയും വെള്ളം കുടിച്ച് ഇങ്ങനെ ചീർത്ത പോലെ ലീഫൊക്കെ ഇരിക്കുന്നുണ്ടാവും. അതൊന്ന് പതുക്കെ ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാങ്ങയൊക്കെ പഴുത്ത് ഒരു പുളിയാവുന്നൊരവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ലീഫ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ ഒരു ജാതി സ്മെല്ലും വരുന്നത് കാണാം. കാരണം അത്രയും നമ്മുടെ പ്ലാന്റ് ചെയ്യാൻ തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അത്തരത്തിലുള്ള പ്ലാന്റ് ഏത് ഭാഗത്തു നിന്നാണോ ചീച്ചിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം എന്താ പറയുക കട്ട് ചെയ്ത് കളയുക. അതിൻ്റെ തൊട്ട് താഴെ വെച്ച് നമ്മളത് കട്ട് ചെയ്ത് കഴിയുക. ഈ ഒരു ഫെലനോപ്സിസിന് ഇപ്പോൾ ഈ ഒരു ലീഫിനാണ് കംപ്ലൈൻറ്റ്, പക്ഷേ അതിൻ്റെ അറ്റത്ത് കൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല, കുറച്ചും ഇങ്ങോട്ട് നീക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. കാരണം വല്ലാണ്ട് അതിനെ ബോഡിയിലേക്ക് ടച്ച് ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് ലീഫ് മാത്രമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. കട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കത്തിയോ കത്രികയോ എന്താണെങ്കിൽ നമ്മൾ അണുവിമുക്തമാക്കിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇതിൽ ചെറിയ സ്പോട്ട് കാണുന്നത് നമ്മളിതൊരു നാരകത്തിൻ്റെ സൈഡിലാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് പൂമ്പാറ്റകളുടെ ആ ഒരു പൂമ്പാറ്റകളുടെ എന്താ പറയുക, ആ ലാർവയല്ല പുഴു ഉണ്ടല്ലോ, അവർ വന്ന് എൻ്റെ വെൽനോപ്സിൻ്റെ കുറച്ച് ലീഫൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചീഞ്ഞ ആ ഒരു ലീഫിൻ്റെ അവിടെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഇൻസെക്ടിസൈഡ് അല്ല കേട്ടോ, ഫംഗിസൈഡ്. ഇപ്പോൾ സാഫോ ഇൻഡോഫിലോ പോലുള്ള ഫംഗിസൈഡ് ആ കട്ട് ചെയ്ത ഭാഗത്ത് നല്ല കട്ടിക്ക് തന്നെ തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെൻ്റെ നല്ല ഹെൽത്തി ആയിട്ട് നിന്നിരുന്ന ഒരു ഫെലനോപ്സിസ് പ്ലാന്റ് ആണ്, നല്ല റൂട്ടും ഒക്കെ ആയിട്ട്. ഇപ്പോൾ അതേ പുതിയൊരു ഫ്ലവറിങ് സ്പൈക്ക് അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ചെയ്യാനൊന്നും യാതൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, മഴയത്ത് കിടന്നത് കൊണ്ട് വന്നൊരു പ്രശ്നമാണ്. പിന്നെ നമ്മുടെ ഒരു പ്ലാന്റിന് ഈ ഒരു ചീച്ചിൽ വന്നു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന പ്ലാന്റുകൾക്കൊക്കെ ഇതിങ്ങനെ മാറി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് അവിടുന്ന് ആ ഒരു ഏരിയയിൽ നിന്ന് മാറ്റി, എന്നിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ. നമ്മുടെ ഈ ഒരു പ്ലാന്റിന് ഇതേപോലുള്ള ചീച്ചിലോ അല്ലെങ്കിൽ ഇലപ്പുള്ളികളോ അങ്ങനെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാഫോ ഇൻഡോഫിലോ മാത്രം യൂസ് ചെയ്ത് നമ്മുടെ പ്ലാന്റിനെ രക്ഷിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയസൈഡ് എന്നാണ് കേട്ടോ, ഒരു മരുന്ന് തന്നെയാണ് ഈ ടാഗ് മൈസിൻ എന്ന് പറയുന്നത്. 50 രൂപയാണ് ഈ ഒരു അളവിലുള്ള ഒരു പാക്കറ്റിന് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മരുന്നാണ് നമ്മുടെ പ്ലാന്റിന് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പ്രമോഷനോ പരസ്യമോ ഒന്നും അല്ല, നമ്മുടെ ഗാർഡനിൽ നമ്മുടെ ഫാമിലി യൂസ് ചെയ്ത് നമുക്ക് വളരെ എഫക്റ്റീവാണെന്ന് തോന്നി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ അസുഖം മാറുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു മരുന്നാണ്. നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് അത്ര എഫക്റ്റീവ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ഓർക്കിഡ് ലവേഴ്സിന് വേണ്ടിയിട്ട് നമ്മളിത് സജസ്റ്റ് ചെയ്യുന്നത്. 1 ലിറ്റർ വെള്ളത്തിലോട്ട് നമ്മൾ ഒരു പിഞ്ച് എന്നുള്ള കണക്കിലാണ് കേട്ടോ നമ്മൾ ടാഗ്മൈസിൻ എന്ന് പറഞ്ഞ മരുന്ന് എടുക്കുന്നത്. ചീച്ചിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റിൻ്റെ നന വളരെ കൺട്രോൾ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നനയ്ക്കുന്നത് നമ്മൾ കുറയ്ക്കുക. അതേപോലെ തന്നെ പ്ലാന്റിൻ്റെ പോട്ടി മിക്സ് ഡ്രൈ ആയതിനു ശേഷം മാത്രം നനയ്ക്കാൻ ശ്രമിക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ അല്ല കേട്ടോ, നമുക്ക് ഈ ഒരു മരുന്ന് നമുക്ക് പ്ലാന്റിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മുറിവൊക്കെ ഉണക്കിയതിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ സാഫ് നല്ല രീതിയിൽ പരട്ടിയതിന് ശേഷം നമ്മുടെ പ്ലാന്റിൻ്റെ ലീഫൊക്കെ നല്ല രീതിയിൽ ഒന്ന് നനച്ച് തുടയ്ക്കുക. അതിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മരുന്ന് നമ്മുടെ പ്ലാന്റിൽ നല്ല രീതിയിൽ എഫക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളതിലെ പൊടിയും അതിന് ശേഷം നമുക്ക് ഈ ടാഗ്മൈസിൻ നമ്മുടെ പ്ലാന്റിന് മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മുടെ
പ്ലാന്റിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മരുന്ന് എത്തുന്ന രീതിയിൽ സ്പ്രേ ചെയ്യുക. എഫക്റ്റഡ് ആയ ആ ഒരു അസുഖം അതല്ലെങ്കിൽ ആ ഒരു ചീച്ചലോ ഇലപ്പുള്ളിയോ ഏതാണ് ആ ഒരു അസുഖം എവിടെയാണോ കൂടുതലുള്ളത് ആ ഭാഗത്ത് നമ്മൾ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. കുറച്ചധികം ആവുന്ന രീതിയിൽ സ്പ്രേ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം വീണ്ടും ഇതേപോലെ തന്നെ നമ്മുടെ പ്ലാന്റിന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഇടയിൽ നമ്മുടെ പ്ലാന്റ് നമ്മൾ നനയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം മരുന്ന് നല്ല രീതിയിൽ നമ്മുടെ പ്ലാന്റിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് 3 ദിവസം നമ്മുടെ ഓർക്കിഡ് നമ്മൾ നനച്ചില്ല എന്ന് കരുതിയിട്ട് നമ്മുടെ പ്ലാന്റിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മഴക്കാലമല്ല, നല്ല വേനൽക്കാലം ആണെങ്കിൽ നമുക്കിതിൻ്റെ ഇടയിൽ നമ്മുടെ പ്ലാന്റിൻ്റെ റൂട്ട് മാത്രം നല്ല രീതിയിൽ നമുക്കൊന്ന് നനച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 3-ാമത്തെ ദിവസം വീണ്ടും ഇതേ ഡോസിൽ തന്നെ നമ്മുടെ പ്ലാന്റിന് നമ്മൾ ഈ ഒരു മരുന്ന് കൊടുക്കുക. ഒരു 2-3 ദിവസം നനയ്ക്കാതെ വെക്കുക. അതിനുശേഷം നമുക്ക് പ്ലാന്റ് നമ്മൾ സാധാരണ നനയ്ക്കുന്ന പോലെ തന്നെ നനയ്ക്കുക. വീണ്ടും ഈ ഒരു പ്ലാന്റിന് നമുക്ക് എന്താ പറയുക, ചീച്ചിൽ നമുക്ക് കുറവ് തോന്നുന്നില്ല വീണ്ടും ഉണ്ടെങ്കിൽ ഈ ഒരു മരുന്ന് തന്നെ നമുക്ക് വീണ്ടും 3-ാമത്തെ ദിവസം റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നോർമലി നമ്മൾ 2 തവണ ഈ ഒരു ആൻറ്റിബയോട്ടിക് ഈ ഒരു മെഡിസിൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പ്ലാന്റിന് നല്ല രീതിയിൽ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു മാറ്റം ഇല്ലെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു മരുന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ടാവും. മഴക്കാലത്താണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിന് ഈ ഒരു അഴുകൽ രോഗം വരുന്നതെങ്കിലും ശരിക്കും ഒരു എയർ സർക്കുലേഷൻ ഇല്ലാത്ത ഏരിയയിലാണ് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് വെച്ചിട്ടുള്ളതെങ്കിൽ ഈ ഒരു അസുഖം പെട്ടെന്ന് നമ്മുടെ പ്ലാന്റിന് പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പോട്ടി മിക്സ്, പ്രത്യേകിച്ച് മഴക്കാലത്ത് തൊണ്ടിലാണ് ചകിരിയിലാണ് നമ്മുടെ ഓർക്കിഡ് പോട്ട് ചെയ്തിട്ടുള്ളത് വെച്ചെങ്കിലും ഈ ഒരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം ചീച്ചിൽ അഴുകൽ രോഗങ്ങളൊക്കെ വരാനുള്ള ഒരു സമയമാണ്. അപ്പോൾ നോർമലി നമ്മുടെ പ്ലാന്റുകൾക്ക് നമ്മൾ മാസത്തിൽ ഒരിക്കൽ സാഫോ ഇൻഡോഫിലോ പോലെയുള്ള എന്തെങ്കിലും ഫംഗിസൈഡുകൾ നമ്മൾ അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡ് അല്ല കേട്ടോ, ഫംഗിസൈഡ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ റെഗുലറായിട്ട് തന്നെ നമ്മുടെ പ്ലാന്റുകൾക്ക് കൊടുക്കുക. അതിപ്പോൾ ഒരു മഴക്കാലമാകുമ്പോൾ മാസത്തിൽ ഒരിക്കൽ എന്നുള്ളത് നമുക്ക് 15 ദിവസം കൂടുമ്പോൾ നമ്മുടെ പ്ലാന്റുകൾക്ക് സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മുൻകരുതലുകളാണ്. ഇതൊക്കെ ചെയ്താലും നമ്മുടെ പ്ലാന്റിന് ഇതേപോലത്തെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ടാഗ്മൈസിനാണ് നമ്മൾ അഴുകൽ രോഗത്തിന് അല്ലെങ്കിൽ ചീച്ചലിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ പ്ലാന്റുകൾക്ക് വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ മഴക്കാലത്ത്. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴക്കാലത്ത് നമ്മളെല്ലാവരും സേഫായിട്ടിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഓമനിച്ച് വളർത്തുന്ന നമ്മുടെ പ്ലാന്റുകളും സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ബൈ, താങ്ക്